Hey guys, good morning. Welcome back to my YouTube channel. Today is a Christmas day. നേരത്തെ എണീക്കണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ ടൈം ഇപ്പോൾ 8:30 ആയി. ബട്ട് സാരമില്ല, നമുക്ക് കുക്ക് ചെയ്യണം. ഇന്ന് കുറേയേറെ കാര്യങ്ങളുണ്ട്. ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗായിരിക്കും എൻ്റെ ഇന്നത്തെ ഡേയുടെ സ്പെഷ്യൽസൊക്കെ. അപ്പോൾ വ്ളോഗിൽ പോകാം. ബ്രഷ് ചെയ്തു, ഫേസ് വാഷ് ചെയ്തു. സീ മൈ പിമ്പിൾസ് കാണുന്നുണ്ടോ? അപ്പോൾ പോവാ, ഒരു കോഫി കുടിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കാം. ചിക്കൻ സ്റ്റൂ ഫ്രോം ബാറ്റർ ഉണ്ട്. അപ്പം ചൂടണം. ചിക്കൻ വെള്ളത്തിലിട്ടേക്കണം. ചിക്കൻ സ്റ്റൂവിനുള്ള മുന്തിരിയും ഉള്ളി നല്ല അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചിക്കനിപ്പോൾ പണിക്കും മുട്ടയും കൂടെ ക്രിസ്പി ആക്കി ബ്രൗൺ കളറാക്കി എടുക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് കാണാം. ഒരാളെ കാണിച്ചു വ്ളോഗാന്ന് പറഞ്ഞപ്പോൾ മാറി നിൽക്കുന്ന ഇതാണ് ദിരിയ. നിങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ടാവും. ആൽബം ട്രാവൽസിലെ ഫേമസ് വ്യക്തിയാണ്. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറഞ്ഞു. ഇപ്പോൾ ഫുഡ് റെഡിയായി കഴിക്കാം. അപ്പം ചുറ്റും നല്ല സ്റ്റൂ ഉണ്ട്. നമുക്ക് ഫാമിലി എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അടിപൊളി. അപ്പം നമുക്കിനി ഉച്ചക്കത്തെ പരിപാടിയിലേക്ക് പോവാം. രാവിലത്തെ ഫുഡ് അടിപ്പം എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പം നൈസായിരുന്നു, ഞാൻ വച്ചുകൊണ്ട് പറയില്ല. പക്ഷേ സ്റ്റൂ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉള്ളതൊക്കെ വെച്ചിട്ട് നമ്മൾ വെച്ച് എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ വെച്ചു, പക്ഷേ എനിക്കിഷ്ടമായി. അപ്പോൾ ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്ക് ഞാൻ അരി ചോറ് വെച്ചു, നെയ്ച്ചോറ് വെക്കുന്നുണ്ട്. പിന്നെ പോർക്കിരിപ്പുണ്ട്, ഫ്രീസറിൽ നിന്ന് എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ വെച്ചിട്ട് വേണം നമ്മളൊന്ന് കുളിച്ച് റെഡിയായി ബാക്കിയുള്ള പരിപാടികളോട്ട് പോകാൻ. കുക്കിംഗ് ഒക്കെ ഒരു സൈഡിലൂടെ നടക്കാൻ ഞാൻ റൂം ഒന്ന് വൃത്തിയാക്കി വേസ്റ്റ് കൊണ്ട് ഡിസ്പോസ് ചെയ്യാൻ നേരത്തെ ശ്രദ്ധിച്ചത്. ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലൊരു പാർസൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് അത് എൻ്റെ തന്നെ പാർസലായിരുന്നു. പക്ഷേ എനിക്ക് കോളൊന്നും വന്നിട്ടായിരുന്നു കേട്ടോ. മേ ബി പെയ്ഡ് ആയതുകൊണ്ട് തന്നെ അവർ ഡെലിവറി ചെയ്തിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ അത് പിന്നെ ഞാൻ ഫോൺ നോക്കിയപ്പോഴും ശ്രദ്ധിച്ച നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. എനിവേ ടെമുവിൻ്റെ പാർസലായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ കുളിച്ചിട്ടൊക്കെ വന്ന് അൺബോക്സ് ചെയ്യാൻ നോർത്തു. അത്രയുള്ള എൻ്റെ സ്കിൻ കെയർ അധികമൊന്നും ഇപ്പോഴും ഫേസിൽ സ്കിൻ ഡാമേജ് ആയിരിക്കുന്നതുകൊണ്ട് ഞാനൊന്നും യൂസ് ചെയ്യാറില്ല. ആകെ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറും സൺസ്ക്രീൻ മാത്രമാണ്. മോയ്സ്ചറൈസർ നമ്മളെ സിമ്പിളിൻ്റെ മോയ്സ്ചറൈസറാണ്. എനിക്ക് അതാണ് ഇച്ചിരി കൂടെ ബെസ്റ്റായിട്ട് തോന്നിയത് എൻ്റെ സ്കിന്നിന്. അപ്പോൾ ഓക്കെ, നമുക്ക് ടെമുവിലെ സാധനങ്ങൾ അൺബോക്സ് ചെയ്യാം. പക്ഷേ എന്തോ ഭാഗം വെച്ചിരുന്ന് ഞാൻ വ്ലോഗ് എടുക്കുമ്പോൾ ടെമു ഓർഡറും എനിക്ക് കിട്ടി. അബ്ബാ, എത്ര പേർക്ക് ഈ ക്രേസ് ഉണ്ടെന്നറിയില്ല. ടെമുവിൽ ഓരോ കുഞ്ഞു കുഞ്ഞു ക്യൂട്ട് സാധനങ്ങൾ കാണുമ്പോൾ നമ്മളെ കൈ അറിയാണ്ട് ചെന്ന് ഓർഡർ ചെയ്യും. അപ്പോൾ ഞാൻ സാലറി വരുമ്പോൾ ഫസ്റ്റ് ചെയ്യുന്നതാണ് എല്ലാ മാസവും ടെമുന്ന് സാധനങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടാവും. ഇത്രയും ഐറ്റംസാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്.
ഫസ്റ്റ് ഇത് നമ്മളെ സൺഗ്ലാസ്. ഞാൻ ഷെയ്ഡ് കാണിക്കത്തില്ല. എന്നെ ഫോളോ ചെയ്യാത്തവർ ഇൻസ്റ്റയിൽ എന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ സൺഗ്ലാസ് വെച്ചിട്ട് റീൽസ് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഷെയ്ഡ് കണ്ടാൽ മതി. ഓക്കെ, അല്ലി രോഹിണി എന്നാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID. സോ ഡു ചെക്കൗട്ട്. പിന്നെ സ്കാർഫ് നമ്മുടെ തലയിൽ ഇങ്ങനെ കിട്ടുന്നില്ലേ, അതാണിത്. അപ്പോൾ ഞാൻ സെയിം എക്സ്പെക്റ്റ് ചെയ്ത സാധനം തന്നെയാണ് കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തതിനകത്ത് പിക്ചറിൽ എങ്ങനെ ഉണ്ടായിരുന്നു അത് തന്നെയാണ്, സെയിം മെറ്റീരിയലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ മഗ്, ചിലപ്പോൾ കോഫിയൊക്കെ ഇട്ട് വെച്ച് തണുത്താറാറുണ്ട് ഇവിടെ. ഇപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ 1-2 എണ്ണം ഉണ്ടായിരുന്നു, പക്ഷേ കേടായത്. അതുകൊണ്ട് ഇതൊന്ന് ഓർഡർ ചെയ്താൽ. അപ്പോൾ അതായതാ ക്വാളിറ്റിയും കൊള്ളാം കേട്ടോ. ഞാൻ പിന്നെ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ട് എങ്ങനെയാണെന്ന് പറയാം. ഓക്കെ, മസ്കാര 5D കേളിന്നാണ് ഇട്ടേക്കുന്നത് കേട്ടോ. എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, യൂസ് ചെയ്ത് നോക്കാം. സ്പ്രെഡ് ആവുമെന്നും എനിക്കറിയത്തില്ല കേട്ടോ. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എൻ്റെ കയ്യിൽ മസ്കാര ഇല്ലായിരുന്നു, ഞാൻ അങ്ങനെ യൂസും ഇല്ല. പക്ഷേ ഇപ്പം എന്താ യൂസ് ചെയ്യാൻ തോന്നിയിട്ട് മേടിച്ചാൽ നോക്കാൻ സ്പ്രെഡ് ആവുന്നുണ്ടോയെന്ന്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഈ വക സാധനങ്ങൾ ഡാമേജ് ഉണ്ടെങ്കിൽ ഞാനത് പറയാം കേട്ടോ. പിന്നെ ഏതെങ്കിലും ഐറ്റത്തിന് ലിങ്ക് വേണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ റീലായിട്ടോ ഷോർട്സ് ആയിട്ടോ ഷെയർ ചെയ്യാം കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റി ഞാൻ പ്രതീക്ഷിച്ചില്ല. ലൈക്ക് എൻ്റെ മൈൻഡിൽ ക്രിസ്മസിന് വ്ളോഗ് എടുക്കണം ഒത്തിരി ആയി. നമ്മളെ ചാനൽ ആരെങ്കിലുമൊക്കെ അറിയാവുന്നൊരു ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. വ്ളോഗൊക്കെ ഇട്ടിട്ട് ഈ ഇയർ നമ്മളൊരു വ്ളോഗ് ഇട്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ റീസൺ ഞാൻ ലാസ്റ്റ് എൻ്റെ വ്ളോഗിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ക്രിസ്മസും ന്യൂ ഇയറൊക്കെ വ്ളോഗോട് ഈ ഇയർ അവസാനിപ്പിച്ചിട്ട് നെക്സ്റ്റ് നല്ല രീതിക്ക് തുടങ്ങാമെന്ന്. അപ്പോൾ എനിക്ക് ഇങ്ങനെയൊരു സാധനങ്ങൾ എനിക്ക് നിങ്ങളോട് അതിൻ്റെ റിവ്യൂസ് ഷെയർ ആക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. സത്യം പറഞ്ഞാൽ ഐറ്റം ഇന്ന് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതാ അപ്പോൾ ഷെയ്ഡ് ഇതാ. ഞാൻ ഓൾറെഡി ലിപ് ബാം ഇട്ടിരുന്നു, അതിൻ്റെ ആണോന്ന് അറിയില്ല, നോക്കാം ഷെയ്ഡ് എങ്ങനെയാണ് വരുന്നതെന്ന് കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മാറുന്നുണ്ടോ ഇല്ലയോ എന്ന്. പിന്നെ മേടിച്ച പിമ്പിൾ പാച്ച്, ആക്ച്വലി ഇത് ഞാൻ മേടിക്കത്തില്ലായിരുന്നു, ബട്ട് എൻ്റെ ഒരു കൊടിയൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ടെമോന്ന് തന്നെയാണ് മേടിച്ചതും. സോ ആ പാച്ച് നമുക്ക് പിമ്പിൾ വരുമ്പോഴത്തേക്ക് ആ പാച്ച് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ലൈക്ക് അത് തന്നെയായിട്ട് ഹീലാവുന്നുണ്ട് 1 or 2 ഡേയ്സിനകത്ത്. സോ അങ്ങനെ വന്നപ്പോൾ എൻ്റെ മുഖത്ത് ഈ കുത്തും കോമയ്ക്കൊക്കെ ഞാനൊന്ന് ഒട്ടിക്കാൻ വേണ്ടി മേടിച്ച കേട്ടോ. സോ ഇങ്ങനെയാണ് 200 പീസസ് ഉണ്ട്. എന്തായാലും സാധനവും കിട്ടി, കുളിച്ചും വന്ന സ്ഥിതിക്ക് എല്ലാം നമ്മളെ ഫേസിൽ ഇപ്പം തന്നെ ട്രൈ ചെയ്യുന്നതാണ്. ഓക്കെ, ഒരെണ്ണം ഒട്ടിക്കാം. ഇത് നോക്കിയിട്ട് നമുക്ക് ഇപ്പുറത്തേക്ക് ഹീൽ ചെയ്യാം. ഓക്കെ, എൻ്റെ മസ്റ്റ് നീഡഡ് ഐറ്റം ആയിരുന്നു സോക്സ്. നമ്മുടെ വിൻ്റർ തുടങ്ങിയ സ്ഥിതിക്ക് അത് എൻ്റെ റൂമിൽ കോമൺ AC ആണ്. അപ്പോൾ ഞാൻ ചെന്ന് AC റെഡ്യൂസ് ചെയ്താൽ വേറെ റൂമിൽ ആൾക്കാർ ഒന്ന് AC കൂട്ടി വയ്ക്കും, ആരാ എന്താണെന്ന് അറിയത്തില്ല. സോ ഇങ്ങനെയാണ് ദിവസം നീണ്ടു പോകുന്നത്. അപ്പം എനിക്ക് സോക്സ് ഇല്ലാണ്ട് പറ്റത്തില്ല. രാത്രി ഞാൻ സോക്സൊക്കെ യൂസ് ചെയ്ത് എന്നെ പുതച്ച് മൂടി ഞാൻ തന്നെ ഒരു 5-6 ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഗൈസ് കിടക്കുന്നത്. അപ്പോൾ ഞാനൊരു 7 പെയർ സോക്സ് മേടിച്ചു. അതും ഓർഡർ പ്രിവെൻ്റ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. സോ എങ്ങനെയാണെന്ന് അറിയില്ല, ഞാൻ യൂസ് ചെയ്ത് നോക്കാം. പക്ഷേ ക്വാളിറ്റി ഉള്ള കേട്ടോ. ഞാൻ വിചാരിച്ച ക്വാളിറ്റി ചിലപ്പോൾ മോശമായിരിക്കും ഓർത്തു, പക്ഷേ നല്ല അടിപൊളി ക്വാളിറ്റി. 2, 3, 4, 5, 6, 7. പിന്നെ മേടിച്ച സാധനം ബോഡി സ്ക്രബ്ബർ മേടിച്ചു കേട്ടോ. ജസ്റ്റ് ബാത്ത് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ. അത് കണ്ടപ്പോൾ മേടിച്ചതാണെങ്കിൽ സത്യം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യം എന്താണെന്നും അറിയില്ല. ആവശ്യം ഇല്ല താനും.
പക്ഷെ മേടിച്ചു, യൂസ് ചെയ്ത് നോക്കാം. സംഭവം ഇത് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ തേച്ചുരച്ച് കുളിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഗോഷ്വ എന്നാണ്, ഇഫ് ഐ എം നോട്ട് റോങ്, ഗോഷ്വ എന്നാണ് ഞാൻ പറയുന്നത്. ഫേസ് മസാജിന് എൻ്റെ ഒരു നേരത്തെ ഒന്നും ഉണ്ടായിരുന്നു സ്റ്റോണിൻ്റെ, പക്ഷെ അത് താഴെ വീണപ്പോഴത്തേക്ക് പൊട്ടിപ്പോയി. അപ്പോൾ ഞാനിത് മേടിച്ചു. അത് ജസ്റ്റ് ജുവൽസ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ചെയിൻ ഇതും ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് ടെമൂന്നാണ്, ഡെയിലി യൂസിന് മേടിച്ചത്. ഇതുവരെ കറുത്തിട്ടോ അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ ടെമൂന്ന് മേടിച്ച എൻ്റെ വേറെ കൊളീഗ്സിന് ലൈക്ക് അവർ ജുവൽസ് മേടിക്കുമ്പോഴത്തേക്ക് യൂഷ്വലി 1 വീക്ക് 2 വീക്ക് കഴിയുമ്പോഴത്തേക്ക് കറക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എനിക്കിതുവരെ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഈ ചെയിനും ടെമൂന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ടെമൂന്ന് ഇങ്ങനത്തെ ജുവൽസൊക്കെ ഇടയ്ക്ക് മേടിക്കാറുണ്ട്, ലൈക്ക് ചെയിൻ, ഒരു ബ്രേസ്ലെറ്റ്, അങ്ങനെ എന്തൊക്കെ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇത്ര ഐറ്റംസേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഷോർട്ടായിട്ടൊക്കെ ഇടാം. ലിപ് ഷെയ്ഡ് എനിക്കൊന്ന് കൊള്ളാൻ തോന്നുന്നു, കുഴപ്പമില്ല. അപ്പോൾ ഓക്കെ, നമുക്ക് കേക്ക് കട്ട് ചെയ്യണം, ഫുഡ് കഴിക്കണം, പിന്നെ നമുക്ക് പുറത്തോട്ട് പോകണം. ബ്ലോഗ് എത്ര നീളം പോകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. സോ വായോ ഗൈസ്, ഹാപ്പി ക്രിസ്മസ്. ആ കപ്പിളായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അയ്യോ പോസ്റ്റ് ചെയ്തില്ല, എടുക്കുക. എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരു വിഷ് പറ. അതാണ് രാവിലെ കോലം പല്ലിക്കാത്ത കോലായിരുന്നു. ഹാപ്പി ക്രിസ്മസ് ആണ് ഗൈസ്. ഓക്കേ, ബൈ ബൈ. നമുക്ക് അവർക്കൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. എനിക്ക് ഭാഗ്യം ഞാൻ താഴ്ത്തിട്ട് വന്നത്. നേരത്തെ തന്നെ കൂടെ പൊക്കി എടുത്ത് കുത്തിക്കറ്റി വെച്ചേക്കായിരുന്നു. അതെനിക്ക് 2 പ്ലേറ്റ് തരും ഭക്ഷണം കഴിക്കാൻ. ഇറക്കുന്ന ഹലോ, ഹാപ്പി ക്രിസ്മസ്. അപ്പൊ ക്രിസ്മസ് ആണ് കേട്ടാ. അതിന് എടുക്ക് കേക്ക്. ഉണ്ട് കേട്ടോ, ഞാൻ വന്നിട്ട് കഴിക്കാവുന്നതാണിത്. നെയ്ച്ചോറ്, പോർക്ക് റോസ്റ്റ്, റൈറ്റ് വൈൻ മേടിച്ചു. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഓരോരുത്തരും ഓരോ തിരക്കാണ്. അവർ ഓൾറെഡി വേറെ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, വൈകിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള ഞാൻ മാറ്റി ഫ്രിഡ്ജിൽ വെച്ചു. എന്നാൽ നമുക്ക് കഴിക്കാം. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പോർക്ക് വെക്കുന്നത്. ഞാൻ പോർക്ക് ഇവിടെ മേടിച്ച് വെച്ചിട്ടില്ല. അതിൻ്റെ തൊട്ടടുത്തുള്ള ദിലിയ അവരെപ്പോഴും മേടിക്കും. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞാണ് ഇതാണ് ഞാൻ മേടിച്ചത്. പറ്റും. അപ്പോൾ ഓക്കെ, കഴിച്ചിട്ട് കാണാം. ഇതാണ് ഔട്ട്ഫിറ്റ്. ക്രിസ്മസ് ഈവനിങ് ആയിട്ട് ഞങ്ങൾക്ക് പുറത്ത് പോവാം. ഞാൻ ദിലിയുടെ ഹസ്ബൻഡ് ഷെർഫ, ഞാൻ നിങ്ങളെല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ സുമിൻ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ പോകുന്നു. ബസ്സൊക്കെ സെറ്റല്ലേ ഗൈസ്? ബൈ. എന്താ ഹായ് ഹായ്, ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങളെല്ലാരും ഊര് കണ്ടോ നടക്കാം, തെണ്ടി എവിടെയെങ്കിലൊക്കെ ഒന്ന് എത്തും. നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? ഇവർ രണ്ടുപേർക്കും യൂട്യൂബ് എടുക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ കോൺഫിഡന്റ് ഇല്ല. ഒരുത്തിക്ക് അവള് പബ്ലിക്കലി വീഡിയോ ഇടുന്ന ആളാണ്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കൂ, ആൽബൻ ട്രാവൽസ് എന്ന്. അതിനകത്ത് ഈ നമ്മളെ ടിക്കറ്റ്സ് എന്തൊക്കെയാ, ഹോളിഡേ എല്ലാ പാക്കേജസ്, ഇൻസൈഡ് യു എ ക്യാമ്പിങ്സ് എല്ലാത്തിനും എന്നെ കോണ്ടാക്ട് ചെയ്യാം. ഇവിടെ ബിസിനസ് ഉണ്ട്, ഞങ്ങളെല്ലാം ബിസിനസിന്റെ ആൾക്കാരോ. നീയും പ്രൊമോട്ട് ചെയ്തു, ഫ്രീ പ്രൊമോഷനാ. ഓറോ ഫാഷൻ ആക്സസറീസ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്ത് നോക്കാം. എനിക്ക് അതിനകത്ത് ഉള്ള ജ്വല്ലറീസ് എന്നൊക്കെ പറയാം, നമ്മൾ ആന്റി ടെർണിഷ് ജ്വല്ലറീസ് ആണ്. നമ്മൾ നാട്ടിലാണ് ഇപ്പൊ തൽക്കാലം ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നാട്ടിലുള്ളവർക്ക് ആർക്കെങ്കിലും ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കോണ്ടാക്ട് ഹർ പേജ്. ഓക്കെ,
ഓറ ഫാഷൻ ആക്സസറീസ്. ഞാൻ പേജ് മെൻഷൻ ചെയ്യാം കേട്ടോ. ഇതാണ് അബുദാബി മാൾ. അപ്പോൾ ഗൈസ് നമ്മൾ മാളിൻ്റെ ഉള്ളിൽ എൻ്റർ ആകുമ്പോഴത്തേക്ക് തന്നെ അവർ വിൻ്റർ തീം ബേസ്ഡ് നമ്മൾ ക്രിസ്മസിന് വേണ്ടിയിട്ട് അവരൊരു സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഹൗസ് 1, 2, 3, 4 എന്ന് നെയിം മെൻഷൻ ആക്കിയിട്ട് കുറേ ക്യൂട്ട് തിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ അതിനകത്ത് വന്നിട്ട് തന്നെ ഒത്തിരി പേര് ഫോട്ടോസും വീഡിയോസും ആണ് കവർ ചെയ്തത്. അപ്പോൾ നമ്മളും ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോയുടെ എൻഡിൽ അതൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ നമ്മൾ ഈ കാണുന്നതാണ് നമ്മൾ ഫെയറി ടെയിലിൻ്റെ വിഷ് ഗ്രാൻഡ് ചെയ്യുന്ന സംഭവം. അപ്പോൾ നമുക്ക് ഇത് തീമാണെന്ന് അറിഞ്ഞാൽ പോലും ഇങ്ങനെയൊക്കെ ഒന്ന് വായിക്കുമ്പോഴത്തേക്ക് ചെയ്യാൻ തോന്നൂല. അപ്പോൾ ഞാനങ്ങനെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചേട്ടാ ഗോ. അപ്പോൾ അതാ ഞങ്ങളെ വക എല്ലാവരെയും വിഷും കഴിഞ്ഞിട്ട് ഞങ്ങൾ വാഷ്റൂമിൽ കയറി. അപ്പോൾ അവിടുത്തെ മിറർ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ വക ഷോ ഓഫ് ഉണ്ടായിരുന്നു ഗൈസ്. ഞങ്ങൾ അബുദാബി മാളിൽ നിന്ന് തിരിച്ചെത്തി ഒരു ചായയും കുടിച്ച് വ്ലോഗ് എത്തി തേരാപ്പാലം നടന്നിട്ട്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളെ ക്രിസ്മസ് വ്ലോഗ്. ടാറ്റാ ബൈ ബൈ, സീ യു, ഹാപ്പി ക്രിസ്മസ്.